ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ. കുടുംബ നിയോഗവും കുടുംബ സാക്ഷ്യവും. കഴിഞ്ഞ 2 രാത്രികളിലായിട്ട് നാം കർത്താവ് തൻ്റെ ജനത്തിന് മോശയും യോശുവയും മുഖാന്തരം നൽകിയതായ കുടുംബ നിയോഗത്തിൻ്റെ വിശദാംശങ്ങളായിരുന്നു ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കും ആ നിയോഗം കുടുംബമായിട്ട് ഏറ്റെടുത്ത് സാക്ഷ്യം വഹിക്കാനുള്ള ആവശ്യകതയുണ്ട് എന്നുള്ളതായ കാര്യം നാം ആ ബന്ധത്തിൽ ചിന്തിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ നമ്മൾ ആ ചിന്താവിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ നിയോഗം കൈമാറി ഒത്തിരി വൈകുന്നതിന് മുമ്പേ തന്നെ ആ വലിയ നിയോഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം വ്യതിചലിച്ചു പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നിയോഗം മറന്ന് അവർ ജീവിച്ചതായ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്രയുടെയും നെഹമ്യാവിൻ്റെയും കാലഘട്ടത്തിലുണ്ടായ ആത്മീക ഉണർവിൽ അവർ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരികയായിരുന്നല്ലോ. മടങ്ങി വരുമ്പോൾ അവർ ഏറ്റുപറയുന്നതായൊരു പാപമുണ്ട്. ഒത്തിരി പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. അതിൽ 9-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യത്തിൽ, നെഹമ്യാവ് 9:26 അവർ ഏറ്റുപറയുകയാണ്, ദൈവമേ, ഞങ്ങൾ നിൻ്റെ ന്യായപ്രമാണം ഞങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് അവർ ദൈവസന്നിധിയിൽ അവരുടെ കുറ്റം സമ്മതിക്കുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആത്മീകമായിട്ട് തളർച്ചയുള്ള കാലഘട്ടങ്ങളിൽ അവർ ഈ നിയോഗം വിസ്മരിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവർ ഉണർത്തപ്പെട്ടപ്പോൾ ഈ നിയോഗം ഏറ്റെടുത്ത് അതിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സത്യം ചിന്തിക്കാനിടയായിട്ട് തീർന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ നിയോഗം വിസ്മരിച്ചും ഒക്കെ കഴിഞ്ഞ നാളിൽ പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് വരികിൽ നമുക്ക് നമ്മുടെ കുറവുകളെ പരിഹരിക്കാനും കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും ഈ നിയോഗത്തിൻ്റെ കൃത്യതയിലേക്ക് മടങ്ങി വരാനുമുള്ള ആവശ്യകതയുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. ന്യായപ്രമാണ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാലഘട്ടത്തിൽ സമയത്ത് ജീവിച്ചിരുന്നതായ ഒരു കുടുംബത്തെക്കുറിച്ചാണ് ആദ്യ രാത്രി നമ്മൾ രണ്ടാമത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സെഖര്യാവിൻ്റെയും എലിസബത്തിൻ്റെയും കുടുംബം. ആ കുടുംബത്തെ നമ്മൾ വിലയിരുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. കുടുംബ നിയോഗവും കുടുംബ സാക്ഷ്യവും. ആ യുഗത്തിൻ്റെ ഒടുവിലത്തെ സന്ദർഭത്തിൽ ജീവിച്ചതായ ആ കുടുംബത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം മനോഹരമായൊരു സാക്ഷ്യം രേഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുകയുണ്ടായി. നിങ്ങളുടെ ഈ വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പഠിച്ചു കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ദൈവാത്മാവ് ലൂക്കോസ് 1:6 രേഖപ്പെടുത്തുകയാണ്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു കുടുംബം സൂക്ഷിച്ചതായ സാക്ഷ്യത്തിൻ്റെ മഹത്വം ഓർക്കുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തെ അറിഞ്ഞ ആളുകളാണ്. നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്.
ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ആവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എന്തു മനോഹരമായൊരു സാക്ഷ്യമാണ് പറയുന്നത്. ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അപ്പോൾ അവർക്ക് ദൈവം തൻ്റെ പ്രമാണങ്ങളെ കൊടുത്തിരുന്നു എന്നുള്ളത് അത് അവർക്കുള്ളതായ വേറിട്ടൊരു പദവിയായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് അവർക്കൊരു പദവിയായിരുന്നെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടുവരപ്പെട്ടവരായ ആളുകളാണ്. കാരണം അവർക്ക് വെളിപ്പെടുത്തി കിട്ടാതിരുന്ന എത്രയോ സത്യങ്ങളാണ് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ വെളിപ്പാടുകൾക്കൊരു പൂർണ്ണതയുണ്ട്. കാരണം ഇനി ഇതിനോടൊന്നും കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. അപ്പോൾ ദൈവിക വെളിപ്പാടുകൾ പൂർണ്ണമായി പ്രാപിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വിനയത്തോടും നന്ദിയോടും കൂടെ ഓർക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കുടുംബങ്ങളായി ഈ പ്രമാണങ്ങളെ സൂക്ഷിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് പ്രമാണം തന്നവന് നല്ല സാക്ഷ്യം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയുവാൻ കഴിയുമാറ് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഉത്തരം ഞാൻ തന്നെ പറയും, നിങ്ങൾ പറയാനായിട്ട് അവസരം ഈ യോഗത്തിൽ തരുന്നില്ല. ഈ വാക്യം നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ ഒരു ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം നമുക്കവിടെ കിട്ടുകയാണ്. ഒരു കുടുംബത്തിന് ദൈവം തന്നിട്ടുള്ള വചനങ്ങൾ പൂർണ്ണമായിട്ടും പ്രമാണിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുമോ? അധികം വിശ്വാസികളും പറയുന്നത് അതൊന്നും അത്ര എളുപ്പമല്ല എന്നാണ്. പക്ഷേ ദൈവം ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നതായ സാക്ഷ്യം ഒരു വലിയ സത്യത്തെ ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, ഒരു കുടുംബത്തിന് ദൈവം തന്നിട്ടുള്ളതായ ചട്ടങ്ങളും കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്ത നിലയിൽ പ്രമാണിച്ച് ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ട് പിശാച് നമ്മെ പലപ്പോഴും ഈ വലിയ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് തന്ത്രപൂർവം ശ്രമിക്കുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പാലിക്കാവുന്നിടത്തോളമൊക്കെ പാലിച്ച് പോകാം എന്നുള്ള വിചാരത്തിൽ നമ്മൾ പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് വളരെ താഴ്മയോടെ ഒരു സത്യം ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ കുടുംബത്തിന് സാധിച്ചു എന്ന് വരികിൽ പ്രിയപ്പെട്ടവരെയും നമുക്കും ഇത് സാധിക്കും എന്നുള്ളതായ സാരമായ സന്ദേശമല്ലേ ദൈവാത്മാവ് ഈ വാക്യത്തിൽ നൽകുന്നത്. ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തൊരു പ്രയോഗമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി അവർ 20 വയസ്സ് എന്നവരും ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ കുടുംബജീവിതം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി കാണും. അപ്പോൾ ദീർഘമായ വർഷങ്ങൾ അവർ പ്രായത്തിലേക്ക് വരുന്നതുവരെ ഇവർ കുടുംബമായിട്ട് കുറ്റമില്ലാത്ത സാക്ഷ്യം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ വർഷങ്ങളേ ഉള്ളൂ. ദൈവം തരുന്ന ഈ ആയുസ് കുടുംബജീവിതം നയിക്കാനായിട്ട് തരുന്ന അവസരങ്ങൾ എന്നുള്ളത് വളരെ കുറവുമായിരിക്കും. അപ്പോൾ ആ നാളുകൾ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച് ഈ സാക്ഷ്യം ഉൾക്കൊള്ളുമാറ് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്കേവർക്കും കൃപ നൽകട്ടെ. ഈ കുറ്റമില്ലാത്തവരായിരുന്നു എന്നുള്ള പ്രയോഗം
വല്ല ആശയക്കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അതിനൊരു ചെറിയ വിശദീകരണം പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഈ പ്രയോഗം പല സ്ഥാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2-3 വാക്യങ്ങൾ ഞാൻ പറയാം. ആ വാക്യങ്ങൾ വായിക്കണം എന്ന് നിർബന്ധമില്ല. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ മൂപ്പന്മാരുടെ യോഗ്യത പറയുമ്പോൾ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്: മൂപ്പൻ കുറ്റമില്ലാത്തവൻ ആയിരിക്കണം. കുറ്റമില്ലാത്തവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്യാത്തയാൾ, ഒരു കുറ്റവും ഇല്ലാത്തയാൾ എന്ന് നമ്മൾ ആരും അർത്ഥമാക്കുന്നില്ലല്ലോ. പിന്നെ കുറ്റമില്ലാത്തവനായിരിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം നിരീക്ഷിക്കുമ്പോൾ ഏതെങ്കിലും കുറ്റങ്ങൾ എടുത്തു പറയാൻ ഇല്ലാത്ത നിലയിൽ തൻ്റെ ജീവിതത്തെ സൂക്ഷിക്കുന്നവരായിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഇടയ ശിശുവിടെ വലിയൊരു ജോലി ആടുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തിയുള്ള 20-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറയുന്ന സന്ദേശമാണല്ലോ 20-ാം അധ്യായത്തിൽ നമ്മൾ അധികവും വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതിൽ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇടയന്മാരുടെ ജോലി. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുക, നിങ്ങൾക്ക് ഈ ആട്ടിൻകൂട്ടത്തെ നന്നായി സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തെ കുറ്റമറ്റതായി സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കുടുംബം കുറ്റമില്ലാത്തവരായിരുന്നു എന്ന് പറയുമ്പോൾ ഇവരെ നോക്കി ഒരു കുറ്റാരോപണത്തിന് വകയില്ലാത്തതായ സാക്ഷ്യം അവർ സൂക്ഷിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇത് നമുക്കും സാധിക്കാവുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ലക്ഷ്യം നമുക്ക് മനസ്സിൽ കരുതാനായിട്ട് സാധിക്കട്ടെ. മറ്റൊരു വാക്യം ഒരുപക്ഷെ ഇതിനേക്കാൾ പരിചയമുള്ളതാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിൻ്റെ സഹപ്രവർത്തകർ ദാനിയേലിനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുകയാണ്. അവരുടെ ആഗ്രഹം ദാനിയേലിൽ ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു ലക്ഷ്യത്തിലാണ്. അതെന്തുമാകട്ടെ, അതിപ്പോൾ നമ്മൾ വിശകലനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതിൽ നമുക്കൊരു ദൂതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് ചികഞ്ഞ് നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷെ 4-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായ പ്രസ്താവനയുണ്ട്: ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ജോലിയിൽ ആ ദൈവഭക്തൻ ആയിരിക്കുമ്പോൾ ആ ജോലിയുടെ എല്ലാ സൂക്ഷ്മാംശങ്ങളുമൊക്കെ അറിയാവുന്ന ആളുകൾ ആവോളം ശ്രമിച്ചിട്ടും ഒരു തെറ്റും കുറ്റവും കാണാത്ത നിലയിൽ തൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കുറ്റമില്ലാത്തവരായിരിക്കണം എന്നുള്ളതായ കാര്യം പറയുമ്പോൾ ഈ അർത്ഥത്തിൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇനി ഞാൻ ഒരു വാക്യം കൂടെ പറയുകയാണ്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ, അടുത്ത വാക്കാർക്കെങ്കിലും പറയാമോ? ലജ്ജിക്കേണ്ടതിന്. അപ്പോൾ വിരോധി ഇങ്ങനെ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു തെറ്റും കുറ്റവും പ്രത്യേകിച്ച് പറയാനില്ലാത്ത നിലയിൽ അന്വേഷിക്കുന്ന വിരോധിക്ക് ലജ്ജ തോന്നുമാറ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാതൃകയാക്കി സൂക്ഷിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതായ
വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുടുംബ സത്യങ്ങൾ ചിന്തിക്കാനിടയായിട്ട് തീരുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്കും ഒന്നും പറയുവാൻ വകയില്ലാത്ത നിലയിൽ ഞങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കും എന്നുള്ളതായ ആഴമേറിയ നിർണയം ദൈവസന്നിധിയിൽ സൂക്ഷിക്കുവാനും കുടുംബമായിട്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടേണ്ടതിനും ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അത് നമുക്ക് സാധിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന കർത്താവ് ഇങ്ങനെയൊരു സാക്ഷ്യം നമ്മെക്കുറിച്ച് പറയാൻ ഇടയായിട്ട് തീരുന്നത് എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമായിരിക്കും. ഈ സക്കറിയാവും എലിസബത്തും ജീവിച്ച കാലഘട്ടത്തിൽ വേറെ പല കുടുംബങ്ങളും ഈ ഗുണനിലവാരം സൂക്ഷിക്കുന്നവരായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആളുകൾ നമുക്ക് ഒത്തിരി ആളുകളെ കുറിച്ച് അറിയാൻ പാടില്ല, എന്നാൽ അതിനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ ഞാനിവിടെ നിങ്ങളുടെ പ്രചോദനത്തിൻ്റെ ഒരു വാക്ക് ഓർപ്പിക്കട്ടെ. വേറെ രണ്ടാമതൊരു കുടുംബം ഈ നിലയിലില്ലാത്ത കാലഘട്ടത്തിലാണ് നാം ഉൽപ്പത്തി പുസ്തകം 6ഉം 7ഉം അധ്യായങ്ങളിൽ വായിക്കുന്ന നോഹയും കുടുംബവും ദൈവകൃപ അനുഭവിച്ച് മനോഹരമായ സാക്ഷ്യം സൂക്ഷിച്ചത്. നമുക്കറിയാം, അവിടെ ഈ വാചകം പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 6ആം അധ്യായത്തിൻ്റെ 22ാമത്തെ വാക്യത്തിൽ ആ കുടുംബത്തെക്കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും നോഹ ചെയ്തു. 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ സാക്ഷ്യം ആവർത്തിക്കുകയാണ്. കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങ് തൃപ്തിയാകാതെ ഒരു കൊച്ചു വാചകം കൂടി ചേർത്ത് പറയുകയാണ്, അങ്ങനെ തന്നെ അവൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നോഹയോട് വളരെ ബഹുമാനം ഈ കാര്യത്തിൽ ഉണ്ട്. കാരണം രണ്ടാമതൊരു കുടുംബം കൂടെ നിൽക്കുവാൻ ഇല്ല എന്ന് ആ ദൈവമനുഷ്യൻ തിരിച്ചറിയുമ്പോഴും ഈ മനോഹരമായ സാക്ഷ്യം ഉൾക്കൊള്ളുമാറ് അവർ നിന്നു എന്നുള്ളത് നാം കാണുകയാണ്. ഞാൻ ഏതോ സന്ദേശത്തിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇത് വേദപുസ്തകത്തിലൊരു വലിയ ദൂതായിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഏറ്റവും സൗമ്യതയോടുകൂടി ഉൾക്കൊണ്ട് വിശ്വസ്തയോടെ അത് പ്രായോഗികമാക്കി തെറ്റും കുറ്റവുമില്ലാത്ത സാക്ഷ്യം സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവർക്കൊക്കെ ഉണ്ടായിരുന്നതിനൊക്കെ എന്തോരം സാധ്യതയാണ് നമുക്കുള്ളത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എബ്രായർ 7:25 ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഏതൊരു വ്യക്തി ഈ ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ ഇടയായിട്ട് തീരുമോ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്ന ഏവരെയും പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം തന്നിട്ടുള്ള, കർത്താവ് തന്നിട്ടുള്ള പ്രമാണങ്ങളെ അതുപോലെ പ്രായോഗികമാക്കി കുറ്റമില്ലാത്ത സാക്ഷ്യം സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പം ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് വേറെ 2 ചോദ്യങ്ങളും ചോദിച്ച് അതിൻ്റെ ഉത്തരം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് കുറ്റമില്ലാത്ത നിലയിൽ ദൈവവചന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഒരു കുടുംബത്തിന് സാധിക്കുമെങ്കിൽ ഒരു വ്യക്തിക്ക് അത് എത്രയോ എളുപ്പം സാധിക്കും. ഒരു കുടുംബത്തിന് സാധിക്കണമെങ്കിൽ ആ കുടുംബാംഗങ്ങളെല്ലാവരും ഈ സമർപ്പണത്തിൻ്റെ ഏകാഗ്രതയിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് ആവശ്യമുണ്ട്.
പക്ഷേ ഒരു വ്യക്തിക്ക് അത് സാധിക്കുന്നത് അതിനേക്കാൾ എത്രയോ എളുപ്പമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഇത് ഞാൻ അങ്ങനെ ഒരു ഉത്തരം പറയാതെ ഞാൻ വേദപുസ്തകത്തിൽ നിന്നൊരു ഉത്തരം പറയാം എന്ന് കരുതുകയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ അസാധാരണമായ സാക്ഷ്യം പറയുന്നുണ്ട്. ഇങ്ങനെ ജീവിച്ചിട്ടുള്ള വേറെ പല ആളുകളും വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ദൈവാത്മാവ് ഇങ്ങനെയൊരു സാക്ഷ്യം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് എഴുതപ്പെട്ട തിരുവെഴുത്ത് ഉറപ്പിക്കുന്നതായൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ചു പോവുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കാലേബിനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്ന സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ അവിടെ അവൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ എന്നെ ഒന്ന് പറയാമത് പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട്. യോശുവയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കാലേബിനെ കുറിച്ച് പറയുമ്പോൾ ഈ സാക്ഷ്യം ദൈവം പറയുകയാണ്, അവൻ എന്നെ പൂർണ്ണമായും അനുസരിച്ചു. ഞാനിവിടെ ഒരു ദൂത് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഈ ലക്ഷ്യത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കട്ടെ. കാലേബിനത് സാധിച്ചെങ്കിൽ നമ്മുടെ തലമുറയിൽ നമുക്കും അത് സാധിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബമായിട്ട് ഈ സാക്ഷ്യം ആർജിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് വ്യക്തിപരമായിട്ട് ആ സാക്ഷ്യം ആർജിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ വലിയ ഉൾക്കാഴ്ചയും ദൗത്യത്തെയും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം അങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട് ഏറ്റവും കൃത്യമായ അനുസരണത്തിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ആ വാക്യത്തിൽ 1-2 പരാമർശങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. കാലേബിനെക്കുറിച്ച് അവൻ എന്നെ പൂർണ്ണമായി അനുസരിച്ചു എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാലേബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കാലേബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ എന്താ പറയണത്? അവന് വേറൊരു സ്വഭാവം ഉള്ളവനാണ്. ഞാനതിനെ അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുകയാണ്. കാലേബിന് ഈ വചനം തന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാലേബ് രൂപപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പല ദുസ്വഭാവങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ആയിരുന്നിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ അറിഞ്ഞു, ദൈവമക്കളായിട്ട് തീർന്നു. നമുക്ക് ദൈവം തന്ന പ്രമാണങ്ങളോടുള്ളതായ അനുസരണം കൃത്യമായി സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിട്ട്, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിട്ട്, ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ ഉള്ളവരായിട്ട്, ഞാനീ പറയുന്ന ഓരോ വാക്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഇത് വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഭൂമിയിൽ വ്യത്യസ്തരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. 2 വാക്യങ്ങളുടെ റെഫറൻസ് ഒന്ന് കുറിച്ചിട്ടോളൂ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസും സഹപ്രവർത്തകരും അവരുടെ ദൈവവചന ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ്. അല്പം വലിയൊരു വാക്യമാണ്. അപ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചോളൂ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം.
ഉപദേശിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ 3 വട്ടം ഒരു വാക്ക് ആവർത്തിക്കുന്നുണ്ട്. ഏത് വാക്കാണ്? ഏതു മനുഷ്യനെയും. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക, ഈ ഏത് മനുഷ്യരിലും പെടാത്തവരാരും ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടില്ലല്ലോ. നമ്മളെല്ലാവരും ആ ഗണത്തിൽ പെടുന്നവരാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനോട് രേഖപ്പെടുത്തുകയാണ്, എന്തിനാ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത്? അതെന്നെ വളരെ ശക്തമായി സ്വാധീനിച്ചിട്ടുള്ളതായൊരു വാക്കാണ്. കാരണം എന്തോരം പ്രസംഗങ്ങൾ പറയുന്നു, ആയിരിക്കുന്ന സ്ഥലം സഭയിൽ പറയുന്നു. പിശാച് പലപ്പോഴും പറയും, ഇതൊക്കെ എത്ര പറഞ്ഞാലും ഇന്നാരിലൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞ് നമ്മെ നിരാശപ്പെടുത്താനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ പൗലോസ് ഇവിടെ പറയുകയാണ്, എന്തിനാ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോട് ഏറ്റവും കൃത്യമായ അനുസരണവും വിധേയത്വവും സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ എന്തെല്ലാം അപൂർണതകളുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം എന്നിരിക്കലും ആ അപൂർണതകളെ മാറ്റി നമ്മെ യേശുക്രിസ്തുവിലുള്ള തികവിലേക്ക് കൊണ്ടുവരുവാൻ ജീവനും ചൈതന്യവുമുള്ള ഈ വചനം മതിയായതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ഈ വചനത്തോടുള്ള വിശ്വസ്തമായ വിധേയത്വം ദൈവസന്നിധിയിൽ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. 2 തിമോഥെയോസ് 3:16 വാക്യം ഇതിനേക്കാൾ പരിചയമുള്ളൊരു വാക്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അതെത്രയോ മഹത്തരമാണ്, ജീവനും ചൈതന്യവുമുള്ളതാണ്. നമ്മെ ഒരിക്കൽ ജീവിപ്പിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നത് ഈ വചനമാണ്. ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കുവാൻ ഈ വചനം മതിയായതാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ നിലയിൽ ഈ വചനത്തിൻ്റെ പ്രമാണങ്ങൾ തെറ്റിക്കാതെ ജീവിക്കാനുള്ളതായ വലിയ സമർപ്പണം ദൈവസന്നിധിയിൽ സൂക്ഷിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ദൈവത്തിന് തന്നെ എത്രയോ ഭക്തന്മാർ ഈ നിലവാരം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ താൻ ഈ വചനത്തോട് സൂക്ഷിച്ചതായ വിശ്വസ്തതയെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഓർമ്മയിൽ ആ വാക്യം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ രാജാവിനോട് പറയണം, അഗ്രിപ്പാവേ, ഞാൻ ഇന്നയോളം സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. പ്രിയപ്പെട്ടവരെ, ആ വചനം ദൈവം എന്നോട് വളരെ വ്യക്തിപരമായി സംസാരിച്ചതായ ഒരു സന്ദർഭം എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. 43 വർഷങ്ങൾക്ക് മുമ്പാണത്. അത് ഇന്നും എൻ്റെ ഓർമ്മയിൽ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വഴി ഞാനിവിടെ ഒന്ന് പറയുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പല വർഷങ്ങൾ ജീവിച്ച് സാക്ഷ്യം വഹിച്ച സൈലസെങ്കിൻ്റെ ഒരു സന്ദേശം ഞാൻ അന്ന് കേൾക്കാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം അന്ന് ഈ വാക്യത്തെ അധികരിച്ചൊരു സന്ദേശം പറയുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ അന്ന് വളരെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണം ചെയ്തതാണ്. കാരണം പൗലോസ് പറയുന്ന ഈ സാക്ഷ്യം പറയുമാറ് ജീവിക്കാൻ കഴിയണം എന്നുള്ളതായ ഒരു സമർപ്പണത്തിലേക്ക് ആ വചന ശുശ്രൂഷ എന്നെ നയിച്ചത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഞാനിതിൽ എന്തോരം ജയാളിയായി എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ന്യായാസനം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. പ്രിയപ്പെട്ടവരെയും, ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളാനും ആ വചനം പ്രായോഗികമാക്കി ജീവിക്കാനുമുള്ള ആഴമേറിയ സമർപ്പണത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട്
ഇടയായിട്ട് സാധിച്ചാൽ നമുക്ക് വേറൊരു സ്വഭാവമുള്ളവരായി, നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി, വ്യത്യസ്തരായിട്ട് ഈ തലമുറയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഉദ്ധരിച്ച സംഖ്യ 14:24 നിന്ന് 2 വാക്കുകൂടി എടുത്തു പറഞ്ഞോട്ടെ. ഞാൻ അവനെ എത്തിക്കും. കാലേബിനെ കുറിച്ച് പറയുക. എവിടെ എത്തിക്കും എന്നാണ് പറയുന്നത്? ഏതൊരു ദേശത്തേക്ക് ഞാൻ ഇവനെ കൊണ്ടുപോകുമോ അവിടെ അവനെ എത്തിക്കും. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ മിസ്സൈമിൽ പുറപ്പെട്ടതാണ്. എത്ര പേര് എത്തി അവിടെ? യോശുവയും കാലേബും എത്തി. അപ്പോൾ അനേക ലക്ഷം ആളുകൾ പുറപ്പെട്ടതിൽ ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായും അനുസരിച്ചു എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ ഈ വ്യക്തി ഏതൊരു ലക്ഷ്യത്തിൽ പ്രയാണം ആരംഭിച്ചുമോ അവിടെ എത്താനിടയായിട്ട് തീർന്നു എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവിടെ വേറൊരു വാക്കും കൂടി ഉണ്ടല്ലോ, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഞാനും നിങ്ങളും വ്യക്തിപരമായി ദൈവവചനത്തെ അനുസരിച്ച് വിജയകരമായി സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നമ്മുടെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. ഹോശേപ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാനിവിടെ തുടക്ക രാത്രിയിലെ പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്ത് ഭയനിർദ്ദേശമാണ് ദൈവാത്മാവ് അവിടെ നൽകുന്നത്! നിങ്ങൾ എൻ്റെ വചനം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും. അപ്പോൾ ദൈവവചനത്തോടുള്ള അനാദരവ്, വചനത്തോടുള്ളതായ അനുസരണക്കേട് നമ്മുടെ പിൻതലമുറകൾക്ക് ദോഷമായിട്ട് തീരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോടുള്ളതായ അനുസരണം, ദൈവവചനത്തോട് പുലർത്തുന്നതായ ആ സമർപ്പണം, പ്രിയപ്പെട്ടവരെ, ആ അനുസരണം അത് എത്രയോ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് തീരും. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ പിൻതലമുറകളും അനുഗ്രഹിക്കപ്പെടേണ്ടതുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ. ഈ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവം വലിയ ഗൗരവമായി കാണാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത്. പിന്നെയോ നാം ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഒരു സ്ഥലം സഭയ്ക്ക് ദൈവത്തിൻ്റെ വചനം കൃത്യമായി കാത്ത് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും? ഇതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായിരിക്കുന്ന ഒരു സ്ഥലം സഭയ്ക്ക് ദൈവം തന്നുള്ള പ്രമാണങ്ങളെ കാത്ത് വിജയകരമായി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. ഞാനൊരു സഭയെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. വെളിപ്പാട് ദിവസം 2ഉം 3ഉം അധ്യായങ്ങളിൽ 7 സ്ഥലം സഭകളുടെ ദൂതുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ദൂതുകൾക്ക് എന്തോരം പ്രത്യേകതകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 7 സ്ഥലം സഭകൾക്ക് നൽകുന്ന ദൂതാണ് ആ 2 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിൽ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതെത്ര മനോഹരമായിട്ടുള്ളതായൊരു സാക്ഷ്യമാണ്. കാരണം ആ സ്ഥലം സഭയെക്കുറിച്ച് കർത്താവിന് എത്ര വലിയ സന്തോഷമാണ്. കർത്താവ് അവർക്ക് കൊടുത്തതായ വചനം അവരതുപോലെ കൃത്യമായി കാത്തു എന്നുള്ളത് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുകയാണ്.
കർത്താവിൻ്റെ സാക്ഷ്യത്തിന് ഞാനൊരു ഉറപ്പ് വേറെ വഴി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ആ ദൂതുകളിലൊരു വാചകം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. 2-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ തുയത്തൈരാ സഭയ്ക്കുള്ള ദൂത് കർത്താവ് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞ് അറിയുന്നവനാണ്. അപ്പോൾ ഈ ഫിലദൽഫിയ സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ അവർക്കുള്ള ദൂതിൽ ഓർപ്പിക്കുക, എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് അറിയുന്ന സഭാകാന്തൻ ഈ കാര്യം ഓർപ്പിക്കുകയാണ്. സഭകളുടെ ക്രിസ്തു എന്നുള്ളൊരു പുസ്തകം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസിദ്ധീകരിച്ചു. അത് ഈ കൊണ്ടുവന്ന കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് ആ 2 അധ്യായങ്ങളിൽ എത്രയോ മനോഹരമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് എല്ലാം വളരെ കൃത്യമായി അറിയുന്നവനാണ്. എല്ലാ ദൂതുകളിലും ഉണ്ട്, ഞാൻ അറിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷമങ്ങൾ കർത്താവ് അറിയുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് അറിയുന്നു. നമ്മുടെ ആത്മീക നിലയുടെ ശരിയായ ചിത്രം നമ്മുടെ കർത്താവിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ കർത്താവ് അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവൻ. വെളിപ്പാട് 1:5 നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വസ്ത സാക്ഷിയായിട്ടുള്ള കർത്താവ് ഈ സഭയോട് പറയുകയാണ്, നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഞാനിന്ന് രാത്രിയിൽ പറയട്ടെ, ഒരു പ്രാദേശിക സഭയ്ക്ക് ദൈവത്തിൻ്റെ വചനം കാത്ത് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. അത് സാധിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. ഒരു വ്യക്തിക്കത് സാധിക്കും, ഒരു കുടുംബത്തിനത് സാധിക്കും, ഒരു സ്ഥലം സഭയ്ക്കത് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൊരു ആവേശവും പ്രചോദനവും ഞാനിവിടെ ചേർത്ത് പറയുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ കൃത്യമായി കാത്തുകൊണ്ട് ഈ നാടുകളിൽ ജീവിക്കുവാൻ, നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ വേഗം വരുന്നു. 7-ാമത്തെ വാക്യത്തിൽ അത് പറയുമ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ചേർത്ത് പറയട്ടെ, കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ച് വ്യക്തിപരമായും കുടുംബമായും സഭയായും സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ വേറൊരു ഒരുക്കത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക്, ലൂക്കോസിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാം. അവിടുന്ന് 1-2 പ്രയോഗങ്ങൾ ഞാൻ ഈ രാത്രിയിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, ഇരുവരും ദൈവസന്നിധിയിൽ. കുടുംബകാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അവർ ദൈവസന്നിധിയിൽ ജീവിച്ച ആളുകളാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം ഒരു കുടുംബത്തിന് വിജയകരമായി പോകാൻ സാധിക്കണം എങ്കിൽ തങ്ങൾ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളതായ ആ ഉൾക്കാഴ്ച എപ്പോഴും സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ സഹോദരിമാർക്കായിട്ട് എടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഭാഗം വിശദീകരിച്ചിരുന്നു. സഹോദരന്മാർക്കെല്ലാം അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ആ റെഫറൻസ് മാത്രം പറഞ്ഞ് ഞാൻ പോകാം. കൊലോസ്യർ 3:20 പിള്ളേർക്കുള്ള ഉത്തരവാദിത്വം പറയുമ്പോഴും 1 തിമോഥെയോസ് 5:4 മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പറയുമ്പോഴും ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. അപ്പോൾ
സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഓരോ കുടുംബങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ദൈവം തന്ന പ്രമാണം സൂക്ഷിച്ചാണോ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് സൂക്ഷ്മതയോടെ വിലയിരുത്താനായിട്ട് സാധിക്കണം. ഞാൻ രാവിലെ സഹോദരിമാരുടെ രൂത്തിനെ കുറിച്ചാണ് കുറച്ച് പാഠങ്ങളൊക്കെ പറയാനിടയായിട്ട് തീർന്നത്. രൂത്ത് നവോമിയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിട്ടുപോയാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ രൂത്തിനറിയാം, എനിക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി തന്നതായ ഈ അമ്മയെ ഞാൻ വിട്ടുപോയാൽ ദൈവം എന്നെ വെറുതെ വിടുകയില്ല എന്നുള്ളത്, ആ ഭയം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബത്തിൽ വർത്തിക്കുമ്പോൾ, നാം ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോൾ, നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവനാണ്, ദൈവം വളരെ കൃത്യമായിട്ടിത് നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതായ ദൈവഭയം ആഴമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ബോധ്യം ഒരു ദൈവവൈതലിനുണ്ട് എന്ന് വരികിൽ കുടുംബത്തിനകത്തുള്ള നമ്മുടെ എല്ലാ വാക്കുകളും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദനമായി സൂക്ഷിക്കാനുള്ളതായ സമർപ്പണം പുലർത്തുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വാക്ക് എത്ര മനോഹരമാണ്. ഇരുവരും ദൈവസന്നിധിയിൽ കുടുംബജീവിതം നയിച്ചു. ചേർത്തൊരു വചനം, ഒരു സങ്കീർത്തന വാക്യം ഒന്ന് ഓർത്താൽ നല്ലതാണ്. 101-ാം സങ്കീർത്തനത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിക്കാം ആ വാക്യം, പരിചയമുള്ളതാണെങ്കിലും. 101-ന്റെ 2ഉം 3ഉം വാക്യങ്ങൾ. എല്ലാവരും മനപ്പാഠം പഠിക്കട്ടോ ഈ വാക്യം. ദാവീദ് പറയുകയാണ്, നീ എപ്പോൾ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അടുത്ത വാചകം ദാവീദിന് ഒത്തിരി വേദന കൊടുത്തിട്ടുള്ളൊരു വാചകമാണ്. ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സന്ദേശം കേട്ടു. അത് കാസറ്റിലാണ് കേട്ടത്. ഈ കാസറ്റൊക്കെ ഉള്ള കാലത്താണ്. ആ സന്ദേശം പറഞ്ഞ ദൈവത്തിൻ്റെ ദാസൻ അമേരിക്കയിൽ ജീവിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ആ സന്ദേശത്തിൽ പറഞ്ഞു, നിങ്ങൾ ടെലിവിഷനൊക്കെ ഇഷ്ടംപോലെ കണ്ടോ? ഈ വാക്യം നിങ്ങളുടെ ടെലിവിഷനിൽ എഴുതി വെച്ചിട്ട് അതിനോട് വിശ്വസ്തത പുലർത്തി കണ്ടോളൂ എന്നൊരു നിർദ്ദേശം അന്ന് പറയാനിടയായിട്ട് തീർന്നത് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സാധനം വീട്ടിൽ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ഇതൊക്കെ എഴുതി വയ്ക്കാൻ പോകുന്നതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ് ഇതങ്ങ് ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളത്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വചനം എത്രയോ ജീവിതങ്ങളെ കഴിഞ്ഞ നാളുകളിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഈ വാചകം ദാവീദ് പറയുമ്പോൾ അതിൻ്റെ പിമ്പിലൊരു കഥയുണ്ടല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദാവീദ് വീട്ടിൽ വെച്ച് ഒരു നീചകാര്യം കണ്ടു. ആ നീചകാര്യം ദാവീദിൽ ദുർമോഹം ജനിക്കുവാൻ കാരണമായിട്ട് തീർന്നു. ദാവീദിന് ദൈവം കൊടുത്ത രാജാധികാരം ദുരുപയോഗപ്പെടുത്തി ആ മോഹം നിവർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദാവീദ് പാപത്തിൽ വീണു. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ദാവീദ് പിൽക്കാലത്ത് കൊയ്തെടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ശമൂവേൽ 2-ാം പുസ്തകം 11 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ദാവീദും കുടുംബവും കടന്നുപോയ വളരെ കഠിനമായ വഴികളുടെ വിശദാംശങ്ങൾ എത്രയോ വ്യക്തമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല.
പ്രിയപ്പെട്ടവരെ, ആ അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ ഇതൊരു ഭക്തൻ്റെ വീടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുമാറുള്ളതായ എത്രയോ ഗൗരവതരമായ കാര്യങ്ങളാണ് ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഒരു നീചകാര്യം തൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ചത് വരുത്തി വെച്ച ദുരന്തങ്ങൾ എത്രയോ അധികമായിരുന്നു. അതുകൊണ്ട് ദൈവഭക്തിയിൽ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വരികിൽ നാം എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ മനപ്പാഠം പഠിച്ചാൽ നല്ലതാണ്. ഞാൻ ഈ സന്ദേശത്തിലൊക്കെ അതാണല്ലോ അധികം പറയുന്നത്. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ അവയവങ്ങൾ ഈ സമർപ്പണത്തോടെ ദൈവഭയത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ സാന്ദർഭികമായിട്ട് ആ കാര്യം ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദാവീദ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് വന്നു. ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെക്കുകയില്ല. അതാണ് ദാവീദിൻ്റെ ഗുണം. കാരണം ഗുരുതരമായൊരു വീഴ്ചയുണ്ടായി. 51-ാം സംഘത്തിനും വായിച്ചു നോക്കിക്ക് എന്ത് മനോഹരമായിട്ട് ആ ദൈവഭക്തൻ മാനസാന്തരപ്പെടാനും യഥാസ്ഥാനപ്പെടാനും ഇടയായി. പിന്നെ ദാവീദ് ഒരു പ്രസംഗകനായി. 51-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. കാരണം എനിക്ക് പറയാനൊരു സന്ദേശമുണ്ട്. ഞാൻ ഈ വഴിയിലൂടെ കടന്നുപോയ ആളാണ്. ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെക്കുകയില്ല. കാരണം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുടുംബം ജീവിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിലേക്ക് സ്വാധീനത ചെലുത്തും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ അവിടുന്ന് പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്കൊന്ന് കടന്ന് ഈ സന്ദേശം അവസാനിപ്പിക്കാം. അവിടെ നാം കാണുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായങ്ങളും, ഈ രണ്ട് വാക്കുകൾ നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ കുടുംബ ബന്ധത്തിൽ ദൈവം ധാരാളം കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്രസംഗത്തിൽ ഈ കൽപ്പനകളെല്ലാം വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ സാമ്പിൾ വേദഭാഗം ഒന്ന് പരാമർശിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. സമയം ലാഭിക്കാനായിട്ട് ഞാനങ്ങ് പറഞ്ഞും പോകാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വിവാഹിതരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. അപ്പോൾ കുടുംബം സൂക്ഷിക്കാനുള്ള ധാരാളം കൽപ്പനകൾ തന്നിട്ടുണ്ട്. ഈ കൽപ്പനകളെല്ലാം ക്രോഡീകരിച്ച് അത് ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു 3-4 കൽപ്പന ഞാനൊന്ന് എടുത്തു പറയാം എന്ന് കരുതുകയാണ്. അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. കൽപ്പന എന്തിനാണ് തന്നിട്ടുള്ളത്? കൃത്യമായിട്ടും അനുസരിക്കാനാണ്. ഇത് ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിട്ടുള്ള പ്രമാണങ്ങളെ, കൽപ്പനകളെ അതുപോലെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം ഒരു കൽപ്പന തന്നാൽ തിരിച്ചൊന്നും ചോദിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെ അതുപോലെ അനുസരിക്കാനുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ വിവാഹിതർക്കുള്ള കൽപ്പന നൽകുകയാണ്, വേർപിരിയരുത്. വിശദീകരിക്കുന്നില്ല. എങ്കിലും നമ്മുടെ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാകൊണ്ടും കർത്താവ് ഉത്തരം പറഞ്ഞൊരു കാര്യമാകൊണ്ടും നമ്മൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ പിള്ളേരെ പിന്നെയും വായിച്ച് കേൾപ്പിച്ച് ആമേൻ പറയിപ്പിക്കുന്ന കാര്യം ആകൊണ്ടും ഞാനിത് പരാമർശിക്കുകയാണ്. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നു വിഹിതമോ? ഉത്തരം 6-ാമത്തെ വാക്യത്തിലുണ്ട്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
വളരെ കൃത്യമായിട്ടുള്ള കൽപ്പന നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുക. അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ ചിലപ്പോൾ പറയുമായിരിക്കാം, ഇപ്പോൾ അതിലേക്ക് പോകേണ്ട എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് പിരിഞ്ഞ് വേറെ കല്യാണം കഴിക്കരുത്. അതൊക്കെ 11-ാം വാക്യത്തിൽ കൽപ്പനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണിപ്പോൾ. പ്രിയപ്പെട്ടവരെ, എന്ത് വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പിരിഞ്ഞിട്ട് വേറൊരു വിവാഹം കഴിക്കരുത് കൃത്യമായി പറഞ്ഞിരിക്കുക. മൂന്നാമത് നാം കാണുന്നത് ഭർത്താവോട് എന്ത് ചെയ്തോളണം? നിരന്നുകൊള്ളണം. നിരന്നുകൊള്ളണം. നിരപ്പിൻ്റെ അല്ലേ സുവിശേഷം? ഈ സുവിശേഷമല്ലേ നമ്മൾ നാട്ടുകാരോട് പ്രസംഗിക്കുന്നത്? അപ്പോൾ ദൈവം ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിനകത്ത് വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ച് നിരന്നു പോകാനുള്ളതായ കൽപ്പന ദൈവാത്മാവ് ഇവിടെ നൽകുകയാണ്. കൊലോസ്യർ 3:12-13 വാക്യങ്ങളിൽ ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. വഴക്ക് പരിഹരിച്ചു പോകണം. വഴക്ക് ചിലപ്പോൾ ഉണ്ടായിപ്പോകാം, പക്ഷേ അത് സഭയിലാണെങ്കിലും പറയുകയാണ്, ആ വഴക്കിൽ തുടരാൻ പാടില്ല. വഴക്ക് പരിഹരിക്കണം. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ എത്രയോ ഖണ്ഡിതമായിട്ടാണ് ഈ കൽപ്പന നൽകുന്നതായി നമ്മൾ കാണുന്നത്. പിന്നെ നാലാമത് അവിടെ വായിക്കുന്നത് ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഇത്രയും കൽപ്പനകൾ ഒരുമിച്ചൊരു വാക്യത്തിൽ കണ്ടപ്പോൾ ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ സൂക്ഷിക്കേണ്ട എത്രയോ കൽപ്പനകൾ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ കുടുംബസ്ഥർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് 119 സങ്കീർത്തനം 9 വാക്യം നമ്മൾ സാധാരണ ചിന്തിക്കുന്നൊരു വാക്യമാണ്. ബാലനിലനടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വചനപ്രകാരം സൂക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവവചനത്തിൽ നൽകിയിട്ടുള്ള കൽപ്പനകൾ വളരെ കൃത്യമായി സൂക്ഷിക്കണം. സെഖര്യാവും എലിസബത്തും ദൈവം കൊടുത്ത കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരായിട്ട് ഇരുന്നു. രണ്ടാമത്തെ വാക്യാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കൽപ്പനകളിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, കൽപ്പനകളിലും ന്യായങ്ങളിലും. അപ്പോൾ ദൈവം കൽപ്പനകൾ തന്നിട്ടുള്ളതോടൊപ്പം തന്നെ ന്യായങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മക്കൾക്കുള്ളതായ ഉപദേശമാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അടുത്ത വാക്യങ്ങൾ ഓർക്കണ്ടോ? അത് ന്യായമല്ലോ, അത് ന്യായമല്ലോ. അപ്പോൾ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുടുംബജീവിതത്തിൽ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ധാരാളം ന്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ അതിൻ്റെ ന്യായം എടുത്ത് പറയുന്നുണ്ട്. അതെനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളതായ കാര്യമാണ്. ഗോഡ് ഹാസ് പുട്ട് ദം അതോറിറ്റി ഓവർ യു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ന്യായമായിരിക്കുന്നത്? പിള്ളേരോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ മേൽ മാതാപിതാക്കളെ അധികാരികളാക്കി ഞാൻ നിയമിച്ചിരിക്കുക. നമ്മളാരും നമ്മളുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തതല്ലല്ലോ, തിരഞ്ഞെടുക്കാൻ പറ്റുകയുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമ്മുടെ മാതാപിതാക്കളായിട്ട് തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വേറെ ആരുടെയും ക്രിയയല്ല. പിന്നെയോ സ്വർഗത്തിലെ ദൈവം മക്കളുടെ മേൽ അധികാരികളാക്കി മാതാപിതാക്കളെ വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ സദസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരികളാണ്. അതുകൊണ്ട്
അവരോടുള്ള അനുസരണക്കേടും അവർക്കെതിരെയുള്ള മത്സരങ്ങളും ആർക്കെതിരെയുള്ളതാണ്? ദൈവത്തിനെതിരെ ഉള്ളതാണ്. ദൈവവചനത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ എല്ലാ ഭയത്തോടും കൂടെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. ബാല്യത്തിൽ മാത്രമല്ല, ഞാൻ ഇന്ന് പകലിലെ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ വിവാഹം മുതലായ സുപ്രധാനമായ വിഷയങ്ങളിലും ഈ വലിയ സത്യം മറന്നു പോകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ഗ്രഹപാഠം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ നാളെയും കൂടി ഒരു സന്ദേശം രാത്രിയിൽ കർത്താവ് വരാൻ താമസിച്ച പറയുന്നുണ്ടല്ലോ. അവിടെ ന്യായത്തിനൊരു വിശദീകരണം, അതിനൊരു സൂചന പറയാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കുടുംബ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ന്യായങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആ വാക്യം നാളെ വരുമ്പോൾ ഒന്ന് വായിച്ച് ധ്യാനിച്ചുകൊണ്ട് വരണം. 25-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതായൊരു വാക്യമാണ്. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. ഒരു വാക്കും കൂടെ ഉണ്ടല്ലോ, മുഖപക്ഷമില്ല. എന്തു ഭയത്തോടെ ഉൾക്കൊള്ളേണ്ടുന്ന വാക്യമാണിത്. അപ്പോൾ 18 മുതലുള്ള വാക്യങ്ങളിൽ കുടുംബജീവിതത്തിലുള്ളതായ ചില ന്യായങ്ങൾ വിശദീകരിച്ചിട്ട് അത് അവസാനിപ്പിക്കുമ്പോൾ പറയുക, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. ഇനി അതിൻ്റെ 18 വാക്യം നമുക്കെല്ലാം അറിയാം. നമ്മൾ കല്യാണത്തിനൊക്കെ വായിച്ച് കേൾപ്പിക്കുന്ന വാക്യമല്ലേ. ആ സാമ്പിൾ 1-2 കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അത് കുടുംബത്തിലെ ന്യായമാണ്. അപ്പോൾ ഭർത്താവിന് കീഴടങ്ങാതിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പറയാനൊരു വിഷമമല്ലേ? അന്യായമാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം, അവളോട് കയ്പായിരിക്കരുത്. അതാണ് കുടുംബത്തിലെ ന്യായം. അതൊരു ഭർത്താവ് ലംഘിക്കുമ്പോൾ അന്യായം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വാക്ക് ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കട്ടെ. അന്യായം ചെയ്താൽ, ഒരുപക്ഷെ ഒരു പങ്കാളിയോട് അന്യായം ചെയ്താൽ പങ്കാളിക്ക് ന്യായം ചോദിക്കാൻ പറ്റുമോ? പറ്റിയെന്ന് വരികയില്ല. പങ്കാളി അത് സഹിക്കും. ഒരുമിച്ച് പോകണല്ലോ എന്ന് വിചാരിച്ച് സഹിക്കും. പക്ഷേ ന്യായം വെളിപ്പെടുത്തി തന്നവൻ വളരെ കൃത്യമായിട്ട് ചോദിക്കും. എത്ര ഗൗരവമായിട്ട് നമ്മളത് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തിൽ കഴിഞ്ഞ നാളിലൊക്കെ അന്യായത്തിൽ തുടരുന്ന പലരൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പിഴവും പറ്റാത്തവരാരും കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ അന്യായത്തിൽ അങ്ങ് തുടരുകയാണ്. അതൊരു ജീവിതശൈലിയായി മാറുകയാണ്. വളരെ ഭയത്തോടെ ഇത് ഓർത്തോളണം. ഈ കുടുംബത്തെക്കുറിച്ച് പറയുക, ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും അവർ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. ഞാൻ ഈ വാചകം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 വാചകങ്ങൾ അടുത്ത നാളെ കർത്താവ് വരാൻ താമസിച്ചാൽ പറയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവർ സൂക്ഷിച്ച സാക്ഷ്യം എന്തൊരു മനോഹരമാണ്. നമ്മുടെ കുടുംബത്തെ നമുക്ക് അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ കൽപ്പന ന്യായമൊക്കെ തന്നവൻ നമ്മളെക്കുറിച്ച് പറയുവാൻ, ഈ സാക്ഷ്യം പറയുവാൻ ഇടയായി തീരുമാറ്. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.